വയസ്സിലെ പുസ്തകം ചാലോടുന്നൊക്കെ വീണ്ടും 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 ഗായ്സ് നമ്മൾ ഇന്ന് പിന്നെയും നമ്മുടെ കോയമ്പത്തൂർ വന്നേക്കാണ്. അപ്പം നമ്മൾ കൂണൂർ പോകാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ ഇവിടെ കോയമ്പത്തൂർ നമുക്ക് ഇവിടെ റൂമുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മുടെ കൂണൂരിലോട്ട് പോകാമെന്നാണ്. കൂണൂർ ഊട്ടിയുടെ അടുത്തൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് നമ്മൾ കൂണൂർ പോകണം. നാളെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ വൈകുന്നേരം പുറത്ത് നടക്കാൻ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ എടുത്തേക്കണത്. അപ്പോൾ ഈ വീഡിയോ അതിരും എടുക്കുന്നുണ്ട്, നമ്മൾ ആളെ ഊട്ടിയിൽ പോകണമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ നമ്മൾ വീട്ടിലോട്ട് പോയത് നമ്മൾ പുറത്ത് നടക്കാൻ ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ റൂം. അപ്പോൾ ഞങ്ങളിവിടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളൊരു പാർക്കിലും കൂടി ഇന്ന് പോകുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിലാണ് ഞങ്ങളിപ്പോൾ നടക്കാൻ പോകുന്നത്. നമുക്ക് നടക്കണ കാഴ്ചയൊക്കെ കണ്ടാലോ? ഊട്ടി പോകുന്നത്. നമ്മൾ ഇന്നലെ നമ്മൾ പാർക്കിൽ പോയിരുന്നു. അപ്പൊ ഇന്നാണ് നമ്മുടെ കൂടി പോണത്. പോകുന്നേരം പോയാലോ? ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ പേര് ഹോട്ടൽ വിവേക് എന്നാണ്. ഊട്ടിയിൽ മെയിനായിട്ട് തേയില നന്നായിട്ടുണ്ടാവില്ലേ. അപ്പൊ അവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരെ ടീ ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. ഈ ടീ പ്ലാന്റേഷന്റെ പേര് ശിവ ടീ പ്ലാന്റേഷൻ എന്നാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ചായപ്പൊടിയുടെ മണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇതിൻ്റെ വർക്കൊക്കെ കാണാൻ വേണ്ടി നേരെ ടീ പ്ലാന്റേഷൻ്റെ അങ്ങോട്ട് പോയി. അവിടെ നമ്മുടെ തേയില അരച്ചിട്ട് ചായപ്പൊടി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അടിയിലോട്ട് വന്നപ്പോഴാണ് മെയിനായിട്ടുള്ള പ്രോസസ്സുകളൊക്കെ ഞങ്ങൾ കണ്ടത്. അവിടെയാണ് ശരിക്കും ചായപ്പൊടി ആക്കിയെടുക്കുന്ന സ്ഥലം അടിയിലായിരുന്നു. ഈ ചായപ്പൊടിയുടെ പ്രോസസ്സുകളൊക്കെ കണ്ടിരുന്നപ്പോഴാണ് അവർ നമുക്ക് ചായപ്പൊടി കയ്യിൽ തന്നത്. പല ടൈപ്പ് ചായപ്പൊടി ഉണ്ട്. ഫൈനായിട്ടുള്ള പൊടിയും ഫൈനല്ലാത്ത പൊടിയൊക്കെ ഉള്ള ചായപ്പൊടി ഉണ്ട്. ഇവർ ഈ മെഷീൻ വെച്ചിട്ടാണ് ഇവർ ചായപ്പൊടി ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. ഇവർ വേറെ ആൾക്കാർക്ക് ഈ ചായപ്പൊടി ഉണ്ടാക്കിയിട്ട് വിൽക്കും. അവിടെ നിന്ന് നമ്മുടെ ടാറ്റ പോലത്തെ കമ്പനികൾ ഓപ്ഷൻ ചെയ്തിട്ടാണ് ഇത് മേടിക്കുന്നത്. ഈ പ്രോസസ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചു നേരം നമുക്ക് പ്രോസസ്സുകളൊക്കെ കണ്ടാലോ? ഫാക്ടറിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂണൂരിലുള്ള ഒരു വ്യൂ പോയിന്റിലാണ് പോയത്. വ്യൂ പോയിന്റിൽ നല്ലൊരു വ്യൂ ആയിരുന്നു. നിറച്ചും മലയൊക്കെ ഉള്ളൊരു വ്യൂ ആയിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ കണ്ടാലോ?
പോയിന്റും കണ്ട് ഞങ്ങൾ സെൻറ്റ് സ്റ്റീഫൻ ചർച്ചിലോട്ടാണ് നേരെ പോയത്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മുടെ ഊട്ടിയിൽ തണുപ്പ് നമുക്ക് മെയിനായിട്ട് മനസ്സിലായത്. അവിടെ ഭയങ്കര തണുപ്പായിരുന്നു നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻ ചർച്ചിൽ. നമുക്ക് സെൻറ്റ് സ്റ്റീഫൻ ചർച്ചിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാലോ? സെൻറ്റ് സ്റ്റീഫൻ ചർച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻ ചർച്ച് 200 കൊല്ലം പഴക്കമുള്ള ഒരു ചർച്ചാണ്. ഈ ചർച്ച് സ്ഥാപിച്ചത് 1800-കളിലാണ്. നീലഗിരീസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊളോണിയൽ സ്ട്രക്ചറാണ് ഈ സെൻറ്റ് സ്റ്റീഫൻ ചർച്ച്. കുറച്ച് പ്രത്യേകതയുള്ള ഒരു ചർച്ചാണ് ഈ സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച്. ഈ ചർച്ച് സൃഷ്ടിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ഞങ്ങൾ സെൻറ്റ് സ്റ്റീഫൻ ചർച്ചും കണ്ട് തിരിച്ചുപോയി. അടുത്ത ദിവസം നിങ്ങളപ്പോൾ കാണുന്നത്, ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു വ്യൂ പോയിന്റിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഒരു മിലിറ്ററി ക്യാമ്പിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു വഴിയാണ്. അപ്പോൾ നമുക്ക് മിലിറ്ററി ക്യാമ്പിൻ്റെ കുറേ കാഴ്ചകൾ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കി. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കാണാം. പൊന്നും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ട് ഹൗസിലോട്ട് പോയി. ബോട്ട് ഹൗസിലേക്ക് കയറാൻ വേണ്ടി എൻട്രി ഫീ ഉണ്ടായിരുന്നു. എൻട്രി ഫീ എടുത്തു ഞങ്ങൾ നേരെ കയറി ബോട്ട് ഹൗസിൽ. ബോട്ട് ഹൗസിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ? ബോട്ട് ഹൗസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഊട്ടി പോകുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബോട്ട് ഹൗസിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ത്രെഡ് ഗാർഡനിൽ പോയി. ത്രെഡ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് വെച്ചിട്ട് ഒരു ഗാർഡൻ ഉണ്ടാക്കിയിരിക്കും. അതിൽ പൂവുകൾ ത്രെഡ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കും. ത്രെഡ് ഗാർഡൻ ഞങ്ങൾ കണ്ടപ്പോൾ റിയൽ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ ത്രെഡ് ഗാർഡന്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്ക്. നല്ല സൂപ്പർ ഗാർഡനാണ്. ത്രെഡ് വെച്ചുണ്ടാക്കിക്കണ പൂക്ക് നമുക്ക് മേടിക്കാൻ പറ്റൂട്ടോ അവിടെ നിന്ന്. കടന്റെ അപ്പുറത്തായിട്ട് വേറൊരു കട കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും കൂടി ഞങ്ങൾ കേറി. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലോട്ടാണ് പോയത്. ഈ ഗാർഡനെ മേസ് ഗാർഡൻ എന്നും ടോപ്പിയാറി ഗാർഡൻ എന്നും ഇറ്റാലിയൻ ഗാർഡൻ എന്നും പറയുന്നു. ഇവിടെ മെയിനായിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജും ഗ്ലാസ് ഹൗസും ചേസിംഗ് ഫൗണ്ടേഷനുമാണ് ഉള്ളത്. ഇവിടെ 50,000-ൽ കൂടുതൽ പോട്ടർ പ്ലാന്റ്സ് ഉണ്ട്. 2 ഏക്കറിലാണ് ഇവർ ചെടിയൊക്കെ മൊത്തം നട്ടേക്കണത്. ഈ ഗാർഡനില് അവര് സ്റ്റേയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം നമുക്ക് ഗാർഡന്റെ കാഴ്ചകൾ കണ്ടാലോ? ഈ ഗാർഡൻ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടാണ് നമ്മൾ പോയത്. ഈ ഗാർഡൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1848-ലാണ് സ്ഥാപിച്ചത്. ഈ ഗാർഡനിൽ 650 സ്പീഷീസ് പൂക്കളുണ്ട്. ഈ ഗാർഡനെ മെയിനായിട്ട് 6 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ലോവർ ഗാർഡൻ, രണ്ടാമത്തത് ന്യൂ ഗാർഡൻ, മൂന്നാമത്തത് ഇറ്റാലിയൻ ഗാർഡൻ, നാലാമത്തത് കൺസർവേറ്ററി ഗാർഡൻ, അഞ്ചാമത്തത് ദി നഴ്സറീസ്, ആറാമത്തത് ഫൗണ്ടൻ ടെറസ്. ഇതാണ് ഈ ഗാർഡനിലെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ. ഈ ഗാർഡനിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിൽ ട്രീ ട്രങ്ക്, റെയർ ട്രീ സ്പീഷ്യസ്, ടോഡ മണ്ട്, ആനുവൽ ഫ്ലവർ ഷോ. ഇതാണ് ഈ ഗാർഡനെ ഒരു സൂപ്പർ ഗാർഡനാക്കി മാറ്റുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ടോയ് ട്രെയിൻ കാണാനാണ് ഞങ്ങൾ പോയത്. ഈ ടോയ് ട്രെയിനെ നീൽഗിരി മൗണ്ടൻ റെയിൽവേ എന്നും കൂടി പറയും. ഈ ട്രെയിൻ പുതിയ കാലത്തെ ട്രെയിൻ പോലെ അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല, എന്നാലും ഈ ട്രെയിനിൽ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ഈ ട്രെയിനിൽ നമ്മുടെ ലോക്കോമോട്ടീവ് പിന്നെ ഓയിൽ ഫയർഡ് സിസ്റ്റം എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡീസൽ വെച്ച് വർക്ക് ചെയ്യുന്ന എഞ്ചിനാണ്. ഈ നീൽഗിരി മൗണ്ടൻ റെയിൽവേസ് ഈ ട്രെയിൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1891 തുടങ്ങി 1998 വരെ ഉള്ള കാലയളവിലാണ് ഇത് നിർമ്മിച്ചത്. ഈ ട്രെയിനിന്റെ മുഴുവൻ യാത്രയിൽ 16 ടണലും 250 ബ്രിഡ്ജ് 208 കർവും നമുക്ക് ഈ കുഞ്ഞു യാത്രയിൽ തന്നെ കിട്ടും. ഞാൻ പറഞ്ഞല്ല, നമ്മുടെ ഈ കാലത്തെ പോലത്തെ അഡ്വാൻസ്ഡ് ട്രെയിൻ അല്ല, അതുകൊണ്ട് ഇതിന് സ്പീഡും ഇത്ര കുറവായിരിക്കും. എന്നാലും നമുക്ക് 10 km/h സ്പീഡ് ഉണ്ട്. ഈ ട്രെയിൻ നോർമൽ ട്രെയിനിന്റെ പോലെ തന്നെ 3 ടൈപ്പ് സീറ്റാണ് തരുന്നത്. ഒന്നാമത്തത് നമ്മുടെ ജനറൽ സീറ്റ്, എല്ലാവരും ഇരിക്കുന്ന സീറ്റാണ്. അപ്പോൾ രണ്ടാമത്തത് സെക്കൻഡ് ക്ലാസ് സീറ്റ്, അപ്പോൾ ഇത്തിരി കൂടി ജനറൽ അപേക്ഷിച്ചിട്ട് ഇത്തിരി കൂടി സുഖം ഉണ്ടാവും. മൂന്നാമത്തത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതാണ് കൂടുതൽ ആൾക്കാർ എടുക്കാറ്. ചീപ്പുമാണ്. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ അതിനോട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ചീറ്റിപ്പോയത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ.
ഗായ്സ് ഈ ട്രെയിൻ മെയിനായിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടി പോകണോണ്ട് ഇതിന് നല്ലൊരു വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ നമ്മളെ ഊട്ടി പോകണമെങ്കിൽ നിങ്ങൾ എന്തായാലും പോകണം, വേറൊന്നിലും പോയില്ലെങ്കിൽ ഇത് പോകണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഗായ്സ് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ കോയമ്പത്തൂരിൻ്റെ ട്രിപ്പ് എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങളിനി പോകാം. നമ്മളിനി കോയമ്പത്തൂർ നമ്മുടെ വീട്ടിലോട്ട് പോകണേണ്. നമ്മളിനി തിരിച്ചു പോണ വഴിക്ക് നമ്മളിന്ന് കയറാൻ പോണ നഴ്സറിയുടെ പേരാണ് ഹരിത നഴ്സറി. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കാണ് കണ്ടത്. ഞങ്ങൾ വേറെ നഴ്സറിയിലാണ് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഈ നഴ്സറി കണ്ടപ്പോൾ നിറച്ച് പൂവുണ്ടായിരുന്നു. ബൊഗെയിൻവില്ലയുടെ സീസണൊക്കെ ആയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇനി റെയിൻ സീസണ് ഇങ്ങനെ പൂവൊന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നിറച്ച് പൂവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി. ഗായ്സ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടാലോ?